Chapter 2. The human eye and the colorful world. Colorful world. അതിനകത്ത് ഹ്യൂമൻ ഐ എന്ന് ഹെഡിങ് എഴുതുക. ഹ്യൂമൻ ഐ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഓരോ ഡോട്ട് ഇട്ട് എഴുതാം. ഹ്യൂമൻ ഐ നമുക്കറിയാമല്ലോ. ഹ്യൂമൻ ഐ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മോസ്റ്റ് വാല്യുബിൾ സെൻസ് ഓർഗനാണ്. നമ്മുടെ സെൻസ് ഓർഗനിൽ ഏറ്റവും എല്ലാ സെൻസ് ഓർഗനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വാല്യുബിൾ ആണ്. കാരണം കണ്ണ് എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഈ കളർഫുൾ ആയിട്ടുള്ള വേൾഡുകളോ അല്ലെങ്കിൽ ഈ കളർഫുൾ ആയിട്ടുള്ള ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ വേൾഡ് നമുക്ക് എൻജോയ് ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടാവും കണ്ണില്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി സെൻസ് ഓർഗനൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ? എല്ലാ സെൻസ് ഓർഗനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കാഴ്ച പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാഴ്ച ശരിക്കും പറഞ്ഞ ഒരു അനുഭവമാണ്. അത് കേൾവിയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ സിനിമ കാണുന്നതും സിനിമ കേൾക്കുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ഉണ്ടല്ലോ. അപ്പം ഒരു സ്ഥലം കാണുന്നതും സ്ഥലത്തെ പറ്റി കേൾക്കുന്നതും എൻറ്റയർലി ഡിഫറൻ്റാണ്. അപ്പോൾ അതേപോലെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം, ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ സെൻസിറ്റീവ് ഓർഗൻ എന്നുള്ളത്. രണ്ടാമത്തേത് ഇറ്റ് ഹെൽപ്സ് us to see objects. മൂന്നാമത്തേത് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഐ സോക്കറ്റ്. ഐയുടെ സോക്കറ്റിലാണ് അതിരിക്കുന്നത്. ഐ സോക്കറ്റ്. ഇൻ ദ സ്കൾ. അടുത്ത ഇത് പറയുന്നത് ഹ്യൂമൻ ഐ ഈസ് ലൈക്ക് എ ക്യാമറ ആണ്. അതായത് ക്യാമറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാമറയ്ക്ക് നമുക്ക് സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ദൂരോട്ട് ഫോക്കസ് ചെയ്യാം, അടുത്തോട്ട് ഫോക്കസ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണിന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ണിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിരൽ വേണ്ട ഇങ്ങനെ നിങ്ങളുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് വിരലിൻ്റെ ടിപ്പിലോട്ട് നോക്കാം, ആ വിരലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കാം. ടിപ്പിലോട്ട് നോക്കാം, ബാക്ക്ഗ്രൗണ്ടിലോട്ട്. ടിപ്പ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഔട്ട് ഫോക്കസ് ഇൻ ചെയ്യുന്ന ഒരു ക്യാമറയിൽ ഫോക്കസ് ഔട്ടും ഫോക്കസ് ഇന്നും ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഈ വിരലിൻ്റെ ടിപ്പിലോട്ട് നോക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലേർഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് വിരൽ ബ്ലേർഡ് ആയിരിക്കും. മനസ്സിലായി? ഇത് തന്നെയാണ് ക്യാമറയിലും കിട്ടുന്നത്. പോർട്രേറ്റ് ഇമേജുകളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം അതാണ്. നിങ്ങൾ വേണമെങ്കിൽ വിരൽ വെച്ച് നോക്കിയോ, ദൂരോട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ദൂരോട്ട് ഉള്ള ഒരു സൈഡിലോട്ട് നിങ്ങൾ തല തിരിഞ്ഞു എല്ലാം നോക്കിയിട്ട് വിരലിൻ്റെ ടിപ്പയിലോട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ടിപ്പയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലേർഡ് ആയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ആ വിരലിൻ്റെ തൊട്ടടുത്തൂടെ ആ വിരലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒന്ന് നോക്കി. അപ്പോൾ എന്താവും? ഈ വിരൽ ബ്ലേർഡ് ആയിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അത് ക്യാമറ പോലെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ക്യാമറയിലും നടക്കുന്ന സെയിം പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം. ഹ്യൂമൻ ഐ ഈസ് ലൈക്ക് എ ക്യാമറ എന്ന് നമുക്ക് എഴുതാം. ക്യാമറ. ഇനി ഡയമീറ്റർ ഓഫ് ഐ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് അതെല്ലാം ഉൾപ്പെടുത്തി ഒരു പോയിന്റ് ആയിട്ട് തരുന്നത്. ഡയമീറ്റർ ഓഫ് ഐബോൾ ഈസ് അബൌട്ട് 2.3 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിനകത്ത് കണ്ണിനെ പറ്റിയും കണ്ണിൻ്റെ ഓരോ പാർട്ടുകളെ പറ്റിയും കണ്ണിനുണ്ടാകുന്ന ഡിഫക്റ്റുകളെ പറ്റിയും അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിൻ്റെ റേ ഡയഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫിനോമിനോൺസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഡിസ്പെർഷൻ, സ്കാറ്ററിങ്, അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്ലസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസും പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്ററിന് അത്രയും ലെങ്തി ഒന്നുമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് കണ്ടൻറ്റ് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ? അപ്പം നോക്കിക്കോളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഹ്യൂമൻ ഐ ആണ്. ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഹ്യൂമൻ ഐ ആണ്. ഹ്യൂമൻ ഐ ആണ്. പാർട്സ് ഓഫ് ഹ്യൂമൻ ഐ. ദേവനന്ദയ്ക്കൊക്കെ ഈ ചാപ്റ്റർ നാളെ പരീക്ഷിക്കണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഒന്നാമത്തേത് കോർണിയ എഴുതിക്കോ. കോർണിയ എഴുതിക്കോ. എന്നിട്ടൊരു ഡോട്ട് ഇടുക. ശരിക്കും കോർണിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ
വൈറ്റ് പോർഷനില്ലേ നമ്മുടെ കണ്ണിൻ്റെ വെള്ള പോർഷൻ, ആ വെള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർണിയ എന്ന് പറയുന്നത്. അതായത് കണ്ണിൻ്റെ നമുക്ക് ആ വൈറ്റ് പോർഷനായിട്ട് നമുക്ക് കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, ഇപ്പോൾ എഴുതുക, ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ട്രാൻസ്പെറൻറ്റ് പാർട്ട് ഓൺ ദ ഫ്രണ്ട് സർഫസ് ഓഫ് ദ ഐബോൾ. രണ്ടാമത്തേത് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ണിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് അതുവഴിയാണ്. കാരണം ഫസ്റ്റ് സർഫസിൽ കൂടെ ആയിരിക്കുമല്ലോ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് enters the eye through it. മൂന്നാമത്തെ ഡോട്ട് എഴുതേണ്ടത് മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ണിനകത്ത്, നമ്മുടെ ഐക്കകത്ത് ലെൻസ് ഉണ്ട്. ആ ലെൻസിനകത്താണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലോട്ട് കയറുമ്പോൾ തന്നെ ഈ കോർണിയ വെച്ച് തന്നെ കുറേ സംഭവങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറേ ലൈറ്റ് റേസിനെ റിഫ്രാക്റ്റ് ചെയ്തിട്ട്, ആ റിഫ്രാക്റ്റ് ചെയ്തിട്ടുള്ള ലൈറ്റാണ് വീണ്ടും ലെൻസിൽ പോയിട്ട് വീണിട്ട് വീണ്ടും റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുന്ന ലെൻസിലല്ല, ലെൻസിനേക്കാളും മുമ്പ് ഈ കോർണിയയിലായിരിക്കും റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പം മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ ഫോർ ദ light ray entering the eyes occurs at the outer surface of cornea, outer surface of cornea. Most of the refraction for light ray entering the eye occurs at outer surface of cornea. ഓക്കെ, അടുത്തത് ലെൻസ് എന്ന് പറയുമ്പോൾ നോക്കിയോ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഫൈബ്രസ് ജെല്ലി ലൈക്ക് മെറ്റീരിയൽ. And provides the focused real and inverted image of an object on retina. നമ്മൾ പറഞ്ഞു, നമുക്ക് കണ്ണ് ഞാൻ വരച്ച് കാണിക്കാം, റഫായിട്ട് വരച്ച് കാണിക്കാം. നിങ്ങൾക്ക് വരയ്ക്കാനൊന്നും പഠിക്കണ്ട, എന്നാലും ഞാൻ റഫായിട്ട് വരച്ച് കാണിക്കാം. അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ണിനകത്തൊരു ലെൻസ് ഉണ്ട്, ഒരു ഫൈബറസ് ആയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയലാണ് ആ ലെൻസ്. അത് എന്ത് ചെയ്യും, നമുക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ആരവിനെ കാണുമ്പോൾ ആരവെന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എൻ്റെ കണ്ണിനുള്ളിൽ ലെൻസിലൂടെ റിഫ്രാക്ഷൻ നടന്ന് റെറ്റിനയിലാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് എല്ലാ ഇമേജുകളും, അതായത് കോൺവെക്സ് ലെൻസ്, കണ്ണിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ എല്ലാ ഇമേജുകളും, ഒരു ഇമേജ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇമേജുകളും റിയൽ ഇൻവേർട്ടഡും ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചാണ്. ഇവിടെയും എല്ലാ ഇമേജുകളും റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. അത് പതിയുന്നത് നമ്മൾ സ്ക്രീൻ വെച്ചിട്ട് പതിയുവാണെങ്കിലാണ് റിയൽ ഇമേജ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ സ്ക്രീനായിട്ട് റെറ്റിന എന്ന് പറയുന്ന കണ്ണിൻ്റെ തന്നെ ഒരു പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ എന്ത് ചെയ്യും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് എവിടെ വരും, റെറ്റിനയിൽ വീഴും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ, നമ്മുടെ അൻവിൻ ഇപ്പോൾ കയറിയതാണ്. അൻവിൻ ഒരു പേജ് വിട്ടിട്ട് ഇത് എഴുതിക്കോ കേട്ടോ, ഒരു പേജ് വിടുക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഡോട്ട് ഇട്ട് എഴുതേണ്ടത് ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് that converges the ray of light falling on it. അതായത് ഇറ്റ് ഇസ് എ കോൺവെക്സ് ലെൻസ് ദാറ്റ് കൺവേർജസ് ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ. നമ്മൾ പറഞ്ഞല്ലേ, ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതേലോട്ട് ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതെല്ലാം കൂടെ കൺവേർജ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് വരും. ഓക്കെ ആണല്ലോ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതും കൂടെ ഓർത്തോണം. ഓക്കെ, ഇനിയും അടുത്ത നോക്കിക്കോളൂ. അടുത്തത് ഐറിസ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് കണ്ണിൻ്റെ ഐറിസ് എന്ന് പറഞ്ഞ പോർഷനാണ്. ഐറിസ് ഞാൻ സ്പീഡിൽ എഴുതി പോകുന്നെങ്കിൽ എഴുതാത്ത ഏതെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടെങ്കിൽ എന്നോട് പറയുക, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇതുവരെയുള്ള എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഐറിസ് ആണ്. ഐറിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡാർക്ക് മസ്കുലാർ ഡയഫ്രം എന്ന് പറയുമ്പോൾ ജി സൈലൻ്റ് ആണ്. ഡയഫ്രഗം എന്നാണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ വായിക്കുമ്പോൾ ഡയഫ്രം എന്ന് പറയും. ഡയഫ്രം that controls the size of pupil. ഐറിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറുത്തൊരു പോർഷൻ, നമ്മുടെ കറുത്ത പോർഷനില്ലേ, അതിനെയാണ് ഐറിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കറുത്ത പോർഷനില്ലേ, അതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കോ, പ്യൂപ്പിൾ എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക ഡോട്ട് ഇട്ട് ദ പ്യൂപ്പിൾ regulates and controls the amount of light entering the eye. Pupil regulates and controls the amount of light entering the eye. പ്യൂപ്പിൾ ആണ് തീരുമാനിക്കുന്നത് എത്രത്തോളം ലൈറ്റ് കണ്ണിനകത്തോട്ട് കയറണമെന്ന്. നമുക്കറിയാം, നമ്മുടെ കണ്ണ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ഐറിസ്. ഓക്കെ, ഈ ഐറിസിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു സംഭവമില്ലേ, ഇതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് തീരുമാനിക്കുന്നത് എത്ര ലൈറ്റ് അകത്തോട്ട് കയറണമെന്ന്. അതായത് ഇത് ഡൈലേറ്റ് ചെയ്യാനും കൺസ്ട്രിക്ട് ചെയ്യാനും പറ്റും. അതായത് ഇതിന് വലുതാകാനും ചെറുതാകാനും പറ്റും. ഇതിന് വലുതാകാനും. അതിന് സഹായിക്കുന്നത് ഈ ഐറിസിലുള്ള മസിൽസ്. ഇവിടെ എല്ലാം കുറേ മസിൽസ് ഉണ്ട്. ഇങ്ങനെ കുറേ മസിൽസ് ഉണ്ട്. ആ മസിൽസാണ് അതിനെ സഹായിക്കുന്നത്. എന്തിനാണ്? അതായത് കൺസ്ട്രിക്ട് ചെയ്യാനും ഡൈലേറ്റ് ചെയ്യാനും. അതിനെ റേഡിയൽ മസിൽസ് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും പഠിക്കാനില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ്. റേഡിയൽ മസിൽസ് എന്നൊക്കെയാണ് അതിനെ പറയുക. അത് കൂടുതൽ വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്ന സമയത്ത് ആ മസിൽ ആ പ്യൂപ്പിളിനെ ചുരുക്കിയിട്ട് ചെറുതാക്കും. ഇനിയും വെട്ടം വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അത് നല്ലതായിട്ട് വലിക്കും. എന്താണെന്നറിയാം സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിൽ നല്ല വെട്ടം അടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കണ്ണിൽ നല്ല വെട്ടം അടിക്കുമ്പോൾ നമ്മൾ കണ്ണ് ഞാൻ കണ്ണാടി ഊരി കാണിക്കാം, ഇങ്ങനെ കാണിക്കും അല്ലേ? നല്ല വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യുക? പ്യൂപ്പിൾ
കൺസ്ട്രിക്റ്റ് ചെയ്യാണ്. കാരണം കൂടുതൽ വെട്ടം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ റെറ്റിനയ്ക്കകത്തെല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളാണ്, നമ്മുടെ കാഴ്ചശക്തി അത് ബാധിക്കും. ഇനിയും നമ്മളൊരു വെട്ടം കുറവുള്ള റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മാക്സിമം വെട്ടം കണ്ണിനകത്തോട്ട് കയറാൻ നോക്കും. എന്നാലേ ആ ലൈറ്റ് എന്നാലേ ആ ഒബ്ജക്റ്റുകളുടെ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിനകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും? കണ്ണിങ്ങനെ വികസിച്ച് നോക്കും, ഇല്ലേ? ഇങ്ങനെ നോക്കും. അപ്പം അങ്ങനെ നോക്കിയില്ലെങ്കിൽ തന്നെ നോർമലി ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിനകത്തെ ഐറിസ് എന്ത് ചെയ്യും? ആ പ്യൂപ്പിളിനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് നീട്ടും. അപ്പോൾ കൂടുതൽ വെട്ടം അകത്തോട്ട് കയറുമ്പോൾ ആ ഒബ്ജക്റ്റിനെ ഇരുട്ട് അല്ലെങ്കിൽ വെട്ടം കുറയുന്ന സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാമെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പം അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പ്യൂപ്പിളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിനകത്ത് അകത്തോട്ട് കയറുന്ന ലൈറ്റിനെ നിയന്ത്രിക്കുന്നത് പ്യൂപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ, അടുത്ത വേണമെങ്കിൽ എഴുതിക്കോ, ഇറ്റ് ഈസ് ദ വിൻഡോ ഓഫ് ഐ and is the central aperture in iris. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അദ്വൈത് കയറിയായിരുന്നോ ക്ലാസ്സിൽ? ഓക്കെ നോക്കിക്കോളൂ പ്യൂപ്പിള്. ഇനിയും സീലിയറി മസിൽസ് എന്ന് ഹെഡിങ് എഴുതിക്കോ. സീലിയറി മസിൽസ് എഴുതുക. they hold the lens in position and helps in modifying curvature. സാറേ സെൻട്രൽ കഴിഞ്ഞ എന്തോ എഴുതിയേക്കുന്നേ? സെൻട്രൽ അപ്പർച്ചർ, APERTURE. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ അതായത് ഒരു കർവേച്ചർ, ആ ഒരു വളവിനൊക്കെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ തന്നെ ഈ ഒരു ഡയമീറ്ററിനെയാണ്, ഡയമീറ്റർ അല്ല ശരിക്കും പറഞ്ഞാൽ, ഇങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. ഓക്കെ. അത് കണ്ണിൻ്റെ നടുക്കിരിക്കുന്നതുകൊണ്ടാണ് സെൻട്രൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. എഴുതിയോ? ബാക്കിയുള്ള എല്ലാവരും എഴുതിയോ? എന്തെങ്കിലും എഴുതാനുണ്ടോ? ഒന്ന് ആരവ് എല്ലാവരും എഴുതിയോ മോനെ? ഇതുവരെ ഉള്ളത് ആരവ് അക്ഷിത, അലോണ അല്ലല്ലോ, ഐറിൻ. ഓക്കെ. അൻവിൻ എഴുതിയോടാ? സാറേ പ്യൂപ്പിളിന്റെ മേലോട്ടുള്ള എഴുതിയില്ല, ഞാൻ താമസിച്ചായിരുന്നു കയറി. ഓക്കെ. അർച്ചിത അത് എഴുതിപ്പിക്കാം. അർച്ചിത. ഡീന്, ജോഹാന്, കാർത്തിക്. ഓക്കെ. പിന്നെ എലിജ എഴുതിയോ? ഓക്കെ. പിന്നെ ആരായിരുന്നു? നമ്മുടെ സായിയും അതേപോലെ തന്നെ രോഹിത്, ദേവജിത്ത്, റിജോ, സിദ്ധാർത്ഥ്, അൻകിത്ത്, ശ്രേയ, അദ്വൈത്. ഓക്കെ.
അപ്പം ഇവിടെ ദേ ഹോൾഡ് ദ ലെൻസ് ഇൻ പൊസിഷൻ. ഓക്കെ, ഇനി അടുത്ത് എഴുതിക്കോ റെറ്റിന. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് റെറ്റിന. റെറ്റിന റെറ്റിന ദേ ഹോൾഡ് റെറ്റിന ഇറ്റ് ഈസ് എ റെറ്റിന. ദേ ഹോൾഡ് അല്ല, ഇറ്റ് ഈസ് എ delicate membrane having enormous number of light sensitive cells. അവിടെ റെറ്റിന എന്ന് പറഞ്ഞ പോർഷനിൽ ഇഷ്ടത്തിന് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. അടുത്ത് എഴുതേണ്ടത് ദ ലൈറ്റ് സെൻസിറ്റീവ് cells gets activated upon illumination and generate electrical signals. These signals are sent to brain through optic nerve. The brain interprets these signals and finally process the information. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കണ്ണിൽ റെറ്റിന എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ ഒത്തിരി ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുണ്ട്. ആ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് അവിടെ വന്ന് വീഴുമ്പോൾ അതെന്ത് ചെയ്യും? അത് ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയിട്ട് അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ സിഗ്നലാണ് അവിടെ വരുന്നത്. അത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെറ്റിനയിൽ ഒരു ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒപ്റ്റിക് നെർവിലോട്ട് കണക്ട് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. അതിന് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാം. അവിടോട്ട് ചെന്നിട്ട് അതെന്ത് ചെയ്യും? നേരെ ആ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ കൊടുക്കും. ബ്രെയിനിൽ ഇലക്ട്രിക് സിഗ്നൽ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? അവിടെ ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇപ്പം ഞാൻ കാണുന്നത് ആനയാണെങ്കിൽ അത് ആനയാണ്, ഞാൻ കാണുന്നത് പുലിയാണെങ്കിൽ അത് പുലിയാണ്, ഞാൻ കാണുന്നത് ചക്കയാണെങ്കിൽ അത് ചക്കയാണ് എന്നെന്ത് ചെയ്യും? ബ്രെയിൻ നമുക്ക് മനസ്സിലാക്കി തരും. മനസ്സിലായി? ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഇപ്പം ഞാൻ അക്ഷരയെ കണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം അക്ഷരയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. രണ്ടാമത്തെ തവണ കാണുമ്പോൾ എന്താണ് മനസ്സിലാവുക? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അക്ഷരയുടെ ഇമേജ് എൻ്റെ റെറ്റിനയിൽ പതിഞ്ഞ് എൻ്റെ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലുകൾ ആക്ടിവേറ്റ് ആയിട്ട് ആ അക്ഷിത എന്ന് പറയുന്ന ഇമേജിൻ്റെ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ നെർവ് വഴി ബ്രെയിനിൽ പോയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിനോട് പറയും, അവിടെ സേവ് ചെയ്ത് വെക്കും, ഇത് അക്ഷിതയാണ്. എന്നിട്ട് രണ്ടാമത്തെ തവണ ഇനി അക്ഷരയെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? അക്ഷിത എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നടക്കുന്നത്. അതാണ് ഈ റെറ്റിനയിലുള്ള സെല്ലുകളാണ്. റെറ്റിനയിലെ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലുകൾ മാത്രമല്ല, ഡിം ലൈറ്റിനെ സെൻസ് ചെയ്യുന്ന സെല്ലുകളും ഉണ്ട്. അതായത് റോഡ് സെല്ലുകളും കോൺ സെല്ലുകളും നമ്മുടെ കണ്ണിനകത്തുണ്ട്. അതിനെപ്പറ്റി ഇനി അടുത്തത് പറയാനുള്ളത്. അപ്പം അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതാം. there are two types of cells. ഒരു കോമ ഇട്ടിട്ട് താഴോട്ട് റോഡ് സെൽ എന്ന് എഴുതുക, റോഡ് സെൽസ് എന്ന് എഴുതുക, ഒരു സ്റ്റാർ ഇട്ട് എഴുതുക, വീണ്ടും ഒരു സ്റ്റാർ ഇട്ടിട്ട് കോൺ സെൽ എന്ന് എഴുതുക, റോഡ് സെല്ലും കോൺ സെൽസ്, റോഡ് സെൽസ്, കോൺ സെൽസ്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് വീണ്ടും ഒരു ഡോട്ട് ഇട്ടിട്ട് റോഡ് സെൽസ് ആർ റെസ്പോൺസിബിൾ for vision at
ലോ ലൈറ്റ് ലെവൽസ്, അതായത് ലൈറ്റ് കുറവുള്ള സമയത്ത് നമ്മുടെ കണ്ണിനകത്ത് അല്ലെങ്കിൽ കണ്ണിനെ ഇമേജ് നല്ല രീതിയിൽ റെറ്റിനയിൽ പതിപ്പിക്കാൻ വേണ്ടി സഹായപ്രദമാകുന്ന ഒരു സെല്ലുകളാണ് റോഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രാത്രി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വെട്ടം കുറവുള്ള സമയമാണ്, എന്നാലും ചെറിയൊരു കാഴ്ച നമുക്ക് കണ്ണിന്, അതായത് ഇരുട്ടല്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റോഡ് സെൽ ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ലോ ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, വിഷൻ പോസിബിൾ ആവുന്നത്. അങ്ങ് ഭയങ്കര വലിയ വിഷൻ ആണെന്നല്ല പറയുന്നത്, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ, ഇനി ഇരുട്ടത്ത് പോകണമെങ്കിൽ എത്ര ഒരു ഇരുട്ടുള്ള ഭാഗത്തൂടെ പോകണമെങ്കിലും ഏതായാലും ഇപ്പം ഒരു ചെറിയ സ്റ്റാറിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്റ്റാർ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു വെട്ടം നമുക്ക് വെട്ടം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിലുള്ള കാഴ്ച അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡിം ലൈറ്റിലും നമ്മുടെ കണ്ണിനകത്ത് റെറ്റിനയിലെ റോഡ് സെല്ലുകൾ എന്ത് ചെയ്യും, ആ മുകളിലുള്ള സ്റ്റാറിൻ്റെ ലൈറ്റിനെ സെൻസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വിഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പം ലോ ലൈറ്റ് ലെവൽസിലുള്ള വിഷൻ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ണിലുള്ള സെല്ലുകളാണ് നമ്മൾ റോഡ് സെല്ല് എന്ന് പറയുന്നത്. അപ്പം ആ വിഷനെ നമ്മൾ സ്കോട്ടോപ്പിക് വിഷൻ എന്നാണ് പറയുന്നത്. സ്കോട്ടോപ്പിക് വിഷൻ എന്ന് പറയും. ലോ ലൈറ്റിലുള്ള വിഷനെ സ്കോട്ടോപ്പിക് വിഷൻ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക കോൺസെൽസ് ആർ സെൻസിറ്റീവ് ടു ഹയർ ലൈറ്റ് ലെവൽസ്. അതിനെ നമ്മൾ ഫോട്ടോപ്പിക് വിഷൻ എന്ന് പറയും. ഫോട്ടോപ്പിക് വിഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ആൻഡ് ആർ കേപ്പബിൾ ഓഫ് കളർ വിഷൻ ഓഫ് കളർ വിഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂർ പോവുക, അല്ലെങ്കിൽ പോട്ടെ ഒരു ഇൻ്റർനാഷണൽ കൺട്രീസിൽ എവിടെയെങ്കിലും ഒരു തായ്ലൻഡ് ആയിക്കോട്ടെ, തായ്ലൻഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണടിച്ചു പോകുന്ന രീതിയിലായിരിക്കും അവിടെ സിറ്റീസിൽ അവിടുത്തെ വെട്ടങ്ങൾ. ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും റെഡും നീലയും അതും ഇതും ഒക്കെ വെച്ചിട്ട് ഭയങ്കര നമുക്ക് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവിടുത്തെ വെട്ടം. അപ്പോൾ ആ സമയത്തൊക്കെ ആ ലൈറ്റുകളെയൊക്കെ കളർ വിഷനെയൊക്കെ സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ പച്ചയാണ്, ഇത് നീലയാണ്, ഇത് ചുവപ്പാണ് എന്നൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സെല്ലുകളാണ് കോൺസെല്ല്. മാത്രമല്ല അത് ലൈറ്റിൻ്റെ ഹൈ ലൈറ്റ് ലെവൽസിൽ നമുക്ക് വിഷൻ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് രണ്ട് രീതിയിലും വിഷൻ വേണം. അപ്പം ലൈറ്റ് ലോ ആയാലും നമുക്ക് കാഴ്ച കിട്ടണം, ലൈറ്റ് ഹൈ ആണെങ്കിലും കാഴ്ച കിട്ടണം. അപ്പം ലോ ലൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് റോഡ് സെല്ലുകൾ പ്രവർത്തിച്ചിട്ട് നമുക്ക് കാഴ്ച തരുന്നു. കോൺസെല്ലാണെങ്കിൽ ഈ നമ്മൾ ഒന്നും കാണാത്ത ഗുഹയ്ക്കകത്ത് പോയിട്ട് റോഡ് സെൽ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ. ലോ ലൈറ്റ് ലെവൽസിൽ നമുക്ക് വിഷൻ നൽകുന്നു എന്നുള്ളതാണ് റോഡ് സെല്ലിൻ്റെ പ്രത്യേകത. കോൺസെല്ലും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്കിപ്പം ഒരു വലിയ ടോർച്ച് എടുത്ത് നമ്മുടെ കണ്ണിലോട്ട് അടിച്ചിട്ട് അങ്ങനെ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ കണ്ണ് അടച്ചിങ്ങനെ പിടിക്കുകയേ ഉള്ളൂ നിവർത്തി. കാരണം നമുക്ക് വിഷൻ നമുക്ക് കിട്ടത്തില്ല ഹൈ ലൈറ്റ് ലെവൽസിൽ. ലൈറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല വെട്ടമുള്ള ഒരു സമയമാണ് ഇവിടെ. അപ്പം ഈ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ വെട്ടത്തിൽ എൻ്റെ കാഴ്ചകൾ നല്ല രീതിയിൽ ആക്കുന്നതിന് ഈ കോൺസെല്ലുകൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ടില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയും അടുത്തത് എഴുതിക്കോ. അടുത്തൊരു ഡോട്ട് എഴുതിക്കോ. കോൺസെൽസ് ആർ populated at fovea centralis. Fovea centralis എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യെല്ലോ സ്പോട്ട് എന്ന് പറയും. യെല്ലോ സ്പോട്ട്. ഒരു സെക്കൻഡ് നിങ്ങളെ.
ഓക്കെ, നോക്കിയോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, കോൺസെൽസ് ആർ പോപ്പുലേറ്റഡ് അറ്റ് ഫോവിയ സെൻട്രാലിസ്. ഈ ഫോവിയ സെൻട്രാലിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, റെറ്റിനയിൽ ഉള്ളൊരു സ്പോട്ടാണ്, ഒരു ചെറിയൊരു പിറ്റാണ്, ഒരു കുഴിയാണ്. അപ്പം ആ കുഴിയിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൽ ഉള്ളത്. അതിനെ റീജിയൻ ഫോർ മാക്സിമം വിഷൻ എന്നൊക്കെ വിളിക്കും. അതിന് യെല്ലോ സ്പോട്ട് എന്നും പറയാം. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ യെല്ലോ സ്പോട്ട് എന്നും കൂടെ എഴുതിയിട്ടു, യെല്ലോ സ്പോട്ട് എന്നും കൂടെ വേണമെങ്കിൽ എഴുതിയിടാം ഫോവിയ സെൻട്രാലിസ്. ഇനിയും അതേപോലെ തന്നെ റോഡ് സെല്ലിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്, കോൺ സെല്ലിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. റോഡ് സെല്ലിൻ്റെ പിഗ്മെൻറ്റിൻ്റെ പേര് റോഡ്, 6 വെച്ചിട്ടാണ് റോഡ് തുടങ്ങുന്നതും കൊണ്ട് അതിൻ്റെ പിഗ്മെൻറ്റിൻ്റെ പേരും 6 വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. റോഡ് സെല്ലിനകത്തുള്ള പിഗ്മെൻറ്റ് റോഡോപ്സിനും, അതേപോലെ തന്നെ കോൺ സെല്ലിനകത്തുള്ളത് സീല് തുടങ്ങിയെന്ന് പറഞ്ഞ് സീലല്ല പിഗ്മെൻറ്റ് തുടങ്ങുന്നത്, അത് വേറെയാണ്. കോൺ സെല്ലിനകത്ത് അയഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റാണ്. നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം എന്താ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതും. അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി റോഡ് സെല്ലിൻ്റെത് 6 വിചാരിക്കുക, ആ റോഡ് സെല്ലിൻ്റെ പിഗ്മെൻറ്റിൻ്റെ ഇതും 6 വിചാരിക്കുക, റോഡോപ്സിൻ എന്നാണ് പറയുന്നത്. അപ്പം അത് എഴുതാം. പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റോഡ് സെൽ, പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റോഡ് സെൽ, പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റോഡ് സെൽ ഈസ് called as rhodopsin, RHODOPSIN, റോഡോപ്സിൻ എന്നാണ് പറയുന്നത്. ഇനിയും എന്താണ്, പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ കോൺസെൽ, പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ കോൺസെൽ എന്ന് പറഞ്ഞാൽ ഈസ് അയഡോപ്സിൻ, റോഡോപ്സിനും അയഡോപ്സിനും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് എഴുതുക. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ദ റീജിയൻ ഇൻ ദ ഐ, റെറ്റിനയിൽ ഉള്ള റീജിയനാണ്. അവിടെ 0 വിഷൻ ആയിരിക്കും. അവിടെയാണ് നമ്മുടെ ഇമേജ് വന്ന് പതിയുന്നതെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം എഴുതുക, പോയിൻ്റ് അറ്റ് വിച്ച് ദ ഒപ്റ്റിക് നെർവ് ലീവ്സ് ദ ഐ. ഒപ്റ്റിക് നെർവ് കണ്ണിൽ നിന്ന് ലീവ് ചെയ്ത് ഹെഡിലേക്ക് പോകുന്ന, തലച്ചോറിലോട്ട് പോകുന്ന ആ ഒരു സ്പോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ലൈറ്റർ വന്ന് പതിയുന്നതെങ്കിൽ ഒരിക്കലും, അല്ലെങ്കിൽ അവിടെയാണ് ഇമേജ് പതിയുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഇമേജ് കാണത്തില്ല. ലീവ് ദ ഐ. അടുത്തത് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറും വിട്രസ് ഹ്യൂമറും ഉണ്ട്. അക്വസ് ഹ്യൂമർ കണ്ണിനകത്തുള്ള 2 ഫ്ലൂയിഡുകളാണ് അക്വസ് ഹ്യൂമറും വിട്രസ് ഹ്യൂമറും. അത് ഒന്ന് കോർണിയയുടെയും ലെൻസിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് അക്വസ് ഹ്യൂമർ, മറ്റേത് ലെൻസിൻ്റെ റെറ്റിനയുടെ ഇടയ്ക്ക് ഇരിക്കുന്നത് വിട്രസ് ഹ്യൂമർ. അത് ഓർത്താൽ മതി. ഞാനത് പടം ഇതും കൂടെ വരച്ച് കഴിഞ്ഞിട്ട് പടം വരച്ച് കാണിക്കാമേ, അപ്പോൾ നിങ്ങൾക്കത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ഇൻ ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ഐലെൻസ്, ഇൻ ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ഐലെൻസ് there is a space filled with transparent liquid called aqueous humor.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കണ്ണ് ഇൻഫ്ലേറ്റഡ് ആയിട്ടും നറിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് അക്വസ് ഹ്യൂമറാണ് കേട്ടോ. കണ്ണിന് വേണ്ട നറിഷ്മെൻറ്റും കണ്ണിൻ്റെ കണ്ണ് ഇച്ചിരി വീർത്തിരിക്കുക, അല്ലെങ്കിൽ കണ്ണ് നമുക്കറിയില്ല, കണ്ണിങ്ങനെ ഒരു ബോൾ പോലെ ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ട് വെക്കുന്നത് ഈ അക്വസ് ഹ്യൂമറാണ്. അപ്പം അതും കൂടെ എഴുതാം. ഇറ്റ് കീപ്സ് the eye inflated, it keeps the eye inflated and provide nourishment, provide nourishment. അടുത്തത് വിട്രസ് ഹ്യൂമർ. അത് നമ്മുടെ റെറ്റിനയുടെയും ലെൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലൂയിഡാണ്. അപ്പം അതും ഒരു ഡോട്ടിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ ക്ലിയർ ജെൽ ലൈക്ക്, അല്ലെങ്കിൽ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് that is located in our eye, It takes up the space between our eye lens and retina. കണ്ട, അത് റെറ്റിനയ്ക്കും ഐലൻസിനും ഇടയ്ക്കുള്ള സ്പേസിലാണ് ഇരിക്കുന്നത്. നമ്മൾ കണ്ണിന് റൗണ്ട് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. കണ്ണ് വീർത്തിരിക്കാൻ സഹായിക്കുന്നത് മറ്റേതാണെങ്കിൽ, കണ്ണ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് ഒരു ചുളുക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ കൃത്യം ഈ ഇങ്ങനെയാണ് കണ്ണിൻ്റെ ഏകദേശം ഷേപ്പ് വരുന്നത്, ഒരു മുട്ട പോലെ ആയിരിക്കുന്ന കണ്ണ്. അപ്പം ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് വിട്രസ് ഹ്യൂമറാന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പം അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഇറ്റ് ഹെൽപ്സ് our eye to keep its shape. ഇത്ര എഴുതിക്കോ, പെട്ടെന്നാട്ടെ. എഴുതി കഴിഞ്ഞെങ്കിൽ 2 ടോപ്പിക് കൂടെ ഇന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഫാർ പോയിന്റ്, 2 എന്ന് പറയുന്നത് നിയർ പോയിന്റ്, പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ നോക്കാം. ഇറ്റ് ടേക്സ് അപ്പ് ദ സ്പേസ് ഇറ്റ് ടേക്സ് അപ്പ് ദ സ്പേസ് ബിറ്റ്വീൻ അവർ ഐലൻഡ്സ് ആൻഡ് റെറ്റിന.
എഴുതിയോ? റിജോ എഴുതി കഴിഞ്ഞോ? റിജോ Yes, sir. ഓക്കെ. അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫാർ പോയിന്റ് ഓഫ് എ ഐ. ഫാർ പോയിന്റ് ഓഫ് എ ഐ. ഫാർ പോയിന്റ് ഓഫ് എ ഐ. അതായത് കണ്ണിന് കാണാൻ പറ്റുന്ന മാക്സിമം ദൂരത്തെയാണ് ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അക്ഷിത ഒന്ന് പറഞ്ഞേ, ഒരു ഐയുടെ ഫാർ പോയിന്റ് എന്താ അക്ഷിത? ഒരു കണ്ണിന് എത്രയും ദൂരം കാണാൻ പറ്റുന്നു? അതെത്ര? അറിയത്തില്ല. ഇൻഫിനിറ്റ് ആണോ? ഏതാ? ഇൻഫിനിറ്റ് ആണോ? ആണോ? അക്ഷിതയ്ക്ക് എവിടം വരെ കാണാം? ഒത്തിരി ദൂരം കാണാൻ പറ്റില്ല. ഒത്തിരി ദൂരം കാണാൻ പറ്റും. ആ, എത്ര ദൂരം കാണാൻ പറ്റും? മാക്സിമം കാണാൻ പറ്റുന്ന ദൂരം എന്താ കണ്ടത്? ഏറ്റവും ദൂരത്തിൽ എന്തോ കണ്ടത്? പെട്ടെന്ന് പറഞ്ഞു. ഏറ്റവും ദൂരത്ത് കണ്ടിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അക്ഷിതയോട് പറഞ്ഞാണ്, സംസാരിക്കുന്ന സമയത്ത് ആ ഈ ഊ എന്നൊന്നും വെച്ച് എന്നോട് സംസാരിക്കരുത്, പറയുമ്പോൾ കൃത്യമായിട്ട് സംസാരിക്കുക കേട്ടോ. ഓക്കെ. ഞാൻ അക്ഷിതയോട് തന്നെ ചോദിക്കാം, അക്ഷിതയുടെ വീട് 2 നിലയാണോ 1 നിലയാണോ? 2 നില. 2 നില. അപ്പോൾ അക്ഷിത വീടിന് വെളിയിൽ ഇറങ്ങി നിൽക്കുകയെന്ന് വിചാരിക്കുക. അക്ഷിതയുടെ 1ാമത്തെ നില പാരപ്പറ്റയിലോട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ കൃത്യമായിട്ട്? എവിടെ നിന്നായിരുന്നു? അക്ഷിതയുടെ വീടിന്റെ വെളിയിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയുടെ അവിടെ നിന്ന് അക്ഷിതയുടെ വീടിന്റെ 1ാമത്തെ നിലയിലോട്ട് നോക്കാൻ പറഞ്ഞാൽ കാണാമോ? പറ്റും. 2ാമത്തെ നിലയിലോട്ട് നോക്കാൻ പറഞ്ഞാൽ കാണാമോ? പറ്റും. കാണാം. അങ്ങനെയാണെങ്കിൽ അക്ഷിതയുടെ പറമ്പിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്, ആ തെങ്ങിൽ തേങ്ങ എത്രണ്ണം നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാമോ? പറ്റും. പറ്റും. ആ തെങ്ങിന്റെ മണ്ടക്കൂടെ ഒരു കാക്ക പറന്നുപോയി, തെങ്ങിന്റെ കുറച്ച് മണ്ടക്കൂടെ. ആ കാക്കയെ കാണാമോ? അതിന്റെ മണ്ടക്കൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നുപോയി, കാണാമോ? പറ്റും. അതിന്റെ മണ്ടക്കൂടെ ഒരു വിമാനം പറന്നുപോയി, കാണാമോ? അതിന്റെ മണ്ടയ്ക്ക് സൂര്യൻ നിൽക്കുന്നു, കാണാമോ? പറ്റും. കാണും. അപ്പം രാത്രിയിൽ അതിന്റെയും മണ്ടയ്ക്ക്, അതിന്റെ ഒത്തിരി മണ്ടയ്ക്ക് ചന്ദ്രൻ നിൽക്കുന്നു, കാണാമോ? അതിന്റെ ചന്ദ്രനല്ല, സ്റ്റാർസാണ്. സ്റ്റാർസിനെ കാണാലോ. ഇനി അതിന്റെ എല്ലാം മണ്ടയ്ക്കാണ് ആകാശം നിൽക്കുന്നത്, കാണാമോ? പറ്റും. കണ്ടോ? അപ്പം ഏറ്റവും ദൂരത്തുള്ള ഒബ്ജക്റ്റ് അക്ഷിത കണ്ടത് ഏതാ? ഇൻഫിനിറ്റ്. ആകാശം എന്ന് പറയുന്നതാണ് അക്ഷിത കണ്ട ഏറ്റവും ദൂരത്തെ ഡിസ്റ്റൻസ്. അതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടോ? ഇല്ല. അപ്പം അക്ഷിതയ്ക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരമുള്ള ഡിസ്റ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആകാശമാണ്, അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ശരിയല്ലേ? ശരി. അപ്പം അതാണ് ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ആൻസർ. ഞാൻ ചോദിച്ചതിൻ്റെ ചോദ്യം ഏറ്റവും ദൂരെ കണ്ട ഒരു ഒബ്ജക്റ്റിന്റെ പേര് പറയാനാണ് പറഞ്ഞത്, ആണോ? ഓക്കെ, ശരി. അപ്പം അത് ഓർത്തോണം. എപ്പോഴും നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ്, നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ദൂരത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പം അത് എഴുതാം. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് to which I can see clearly is called far point of eye. ഇനിയും എഴുതേണ്ടത് ഒരു ഡോട്ട് എഴുതേണ്ടത് ഫോർ എ നോർമൽ ഐ ഫാർ പോയിന്റ് എന്തായിരിക്കും എന്നറിയാമോ? ഫാർ പോയിന്റ് ഈസ്, അല്ലെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഈസ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ മതി. ഇറ്റ്സ് വാല്യൂ ഈസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്തത് നിയർ പോയിന്റ് ആണ്. നിയർ പോയിന്റ് ഓഫ് എ ഐ. ഇത് നിയർ പോയിന്റ് ഓഫ് എ അല്ല കേട്ടോ. ഗ്രാമർ നോക്കുവാണെങ്കിൽ ആൻ എഴുതണം കേട്ടോ. ഓക്കെ, ഇനിയും നോക്കിക്കോളൂ. ശരിക്കും നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ് ആണ് നിയർ പോയിന്റ്.
അക്ഷിതയോട് തന്നെ ചോദിക്കാം, അത് എത്ര അക്ഷിത? അക്ഷിതയ്ക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ്? നിയർ പോയിന്റിന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ഇല്ലേ? അല്ല, അതാണ് ചോദിച്ചത്. ഏറ്റവും അടുത്ത് ക്ലിയർ ആയിട്ട് കണ്ടൊരു ഒബ്ജക്റ്റിന്റെ പേര്? ബുക്ക്. ബുക്കും കണ്ണുമായിട്ടുള്ള ഏകദേശം ദൂരം എത്രയാണ്? എന്നാൽ നോക്കിയോ, കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ദൂരം എന്താണെന്നറിയാമോ? 25 സെൻറ്റിമീറ്ററാണ്. 25 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണിന് കാണാൻ പറ്റും, പക്ഷേ ബ്ലേഡ് വിഷനായിരിക്കും, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ കൈ ജസ്റ്റ് വേണ്ട, ഇപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്, കൈ വേണ്ട ഏകദേശം, അതായത് ഒരു സ്കെയിൽ നിങ്ങളുടെ സ്കെയിൽ ഇരിപ്പുണ്ടെങ്കിൽ സ്കെയിൽ വെക്കുന്നത് സ്കെയിൽ 15 സെൻറ്റിമീറ്റർ, അതിലൊരു 10 സെൻറ്റിമീറ്ററും കൂടെ വെക്കുക, അപ്പോൾ 25 ആവും. ഏകദേശം മതി കേട്ടോ, കൃത്യം ഒന്നും അളക്കണ്ട. അപ്പം ആ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ആ 25 സെൻറ്റിമീറ്റർ, ഏകദേശം 25 സെൻറ്റിമീറ്റർ കൊണ്ടിട്ട് ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിക്കുക ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു വേർഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ്. എന്നിട്ട് ആ ഇത് അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴും നിങ്ങളുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊരു വേദന അനുഭവപ്പെടും. പ്ലസ് ആ കാണുന്ന നിങ്ങൾ ആ ഫോക്കസ് ചെയ്ത സെൻറ്റൻസ് അല്ല, ആ വേർഡ് ബ്ലർ ആയിക്കൊണ്ടിരിക്കും. അപ്പം 25 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ, 25 സെൻറ്റിമീറ്റർ പിന്നെ മുതൽ അങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കാണത്തില്ല, കണ്ണിന് കാണാം. അപ്പം കണ്ണിന് പ്രശ്നമില്ലാതെ കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് അതിൻ്റെ നിയർ പോയിൻറ്റ്. നിയർ പോയിൻറ്റിൽ നിന്ന് അടുത്തോട്ട് കൊണ്ട് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഏതെങ്കിലും ഒരു വേർഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 സ്കെയിലിൻ്റെ ദൂരം കൊണ്ട് വെച്ചോ. 2 സ്കെയിൽ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്, ചെറിയ സ്കെയിലാണെങ്കിൽ ഏകദേശം കുറച്ച് അടുപ്പിക്കുക, 25 സെൻറ്റിമീറ്റർ കൊണ്ട് വെച്ചിട്ട് വായിക്കുക. ഒരു പ്രശ്നമില്ലാതെ വായിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ആ 25 എന്നുള്ളത് നിങ്ങളൊരു 15 ആക്കിയിട്ട് പിന്നീട് അതൊരു 10 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കോങ്കണ്ണാകുന്ന പോലെ ഒരു ഫീലും വരും. ഈ മൂക്കിൻ്റെ തന്നെ ഈ ഭാഗത്ത്, മൂക്കും കണ്ണും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു വേദന അനുഭവപ്പെടുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കണ്ണിന് ആ ഭാഗത്ത് കണ്ണത് സ്ട്രെയിൻ ചെയ്താണ് കാണുന്നത് എന്നർത്ഥം. അപ്പോൾ കണ്ണിന് വേദന എടുക്കും. മനസ്സിലായോ? അതാണ് നിയർ പോയിൻ്റ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ മുതൽ പിന്നെ അങ്ങോട്ട് എങ്ങനെ വേണേൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിനും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കായിരിക്കും കണ്ണിൻ്റെ റേഞ്ച് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അതും നോക്കുക. നിയർ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോട്ട് ഇടുക. ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് at which an object can be seen most distinctly without strain. അടുത്തത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്. ശരിക്കും ആ നിയർ പോയിൻറ്റിനെ വേറൊരു പേരോട് പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അടുത്ത ഡോട്ട് എഴുതുക. ഫോർ എ നോർമൽ ഐ its value is 25 centimeter. ഇത്രയും ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നോട്ട് എഴുതിയെടുക്കുക. പറഞ്ഞിട്ട് ലെഫ്റ്റ് ആവുക. നോട്ട് എഴുതി എല്ലാവരും എഴുതിയെടുത്തെങ്കിൽ എല്ലാവരും ലെഫ്റ്റ് ആയിക്കോ, ഇല്ലെങ്കിൽ ഓക്കെ എഴുതിയെങ്കിൽ ലെഫ്റ്റ് ആവുക. ഓക്കെ എഴുതി സാർ. ഓക്കെ എഴുതി. ലെഫ്റ്റ് ആയിക്കോ. എഴുതിയല്ല ലെഫ്റ്റ് ആകുക. എഴുതി സാർ. ഓക്കെ